നമ്മളിപ്പോൾ പ്രധാനമായും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ മാസം 31-ന് ഓഗസ്റ്റ് 31-ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നടക്കുന്ന SCO സബ്മിറ്റിൽ പങ്കെടുക്കുമെന്നത്. നമുക്കറിയാം 2020-ലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം വളരെ മോശമായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലോ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിലോ വന്നിട്ടില്ല. 2023-ൽ ഇന്ത്യയിൽ നടന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രധാനമന്ത്രിയാണ് വന്നത്. പക്ഷേ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ വാർത്തയായിരുന്നു അന്ന്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ നടക്കുന്ന SCO സബ്മിറ്റിൽ പങ്കെടുക്കാൻ പോവുകയാണ്. SCO അല്ലെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്നത് 10 രാജ്യങ്ങളുള്ള യൂറേഷ്യൻ രാഷ്ട്രീയ സാമ്പത്തിക അന്താരാഷ്ട്ര സുരക്ഷാ സംഘടനയാണ്. 1996-ൽ ചൈന, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ, തജക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഷാങ്ഹായ് 5 എന്ന ഓർഗനൈസേഷൻ രൂപീകരിച്ചു. പിന്നീട് 2001-ൽ ഉസ്ബെക്കിസ്ഥാൻ കൂടി ജോയിൻ ചെയ്തപ്പോൾ അതിന് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. 2017-ൽ ഇന്ത്യയും പാകിസ്ഥാനും ജോയിൻ ചെയ്തതോടെ അംഗസംഖ്യ 8 ആയി. 2023-ൽ ഇറാനും 2024-ൽ ബെലറസും ഗ്രൂപ്പിലെ അംഗമായി. ഇന്നത്തെ സാഹചര്യത്തിൽ SCOയ്ക്ക് 10 മെമ്പർ സ്റ്റേറ്റ്സ് ആണുള്ളത്. SCO ലോകത്തിലെ ഏറ്റവും വലിയ റീജിയണൽ ഓർഗനൈസേഷനായി കരുതപ്പെടുന്നു. ജോഗ്രഫിക്കൽ ഏരിയയിലും ജനസംഖ്യയിലും SCOയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 42% SCOന്റെ പരിധിയിൽപ്പെടുന്നു. SCOയുടെ ആസ്ഥാനം എന്നത് ചൈനയിലെ ബീജിംഗ് ആണ്. അതുപോലെ SCOയുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്നത് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ആണ്. SCOയ്ക്ക് 2 പെർമനന്റ് ബോഡിയാണുള്ളത്. ബീജിംഗ് ആസ്ഥാനമായുള്ള സെക്രട്ടേറിയറ്റും അതുപോലെ ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്റ് ആസ്ഥാനമായിട്ടുള്ള റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചറും, അതായത് റാറ്റ്സിന്റെ പ്രധാന ലക്ഷ്യം എന്നത് ടെററിസം, സെപ്പറേറ്റിസം, അതുപോലെ എക്സ്ട്രീമിസം എന്നിങ്ങനെയുള്ള 3 ഈവിൾസിനെ ചെറുക്കലാണ്. അതുകൊണ്ട് തന്നെ SCO എന്നത് സാധാരണ ഒരു സംഘടന മാത്രമല്ല, ലോക ജനസംഖ്യയുടെ വലിയൊരു പങ്കിനെയും ഭാവിയിലെ ആഗോള സുരക്ഷയും സാമ്പത്തിക സഹകരണം നിർണ്ണയിക്കുന്ന ശക്തമായ ഒരു വേദി കൂടിയാണ് SCO.